മോണോകോട്ട് പ്ലാന്റും ഡൈക്കോട്ട് പ്ലാന്റും ഓൾറെഡി നമ്മൾ റെറ്റിക്കുലേറ്റ് വിനേഷനും പാരലൽ വിനേഷനും ഫൈബ്രസ് റൂട്ടും ടാപ്പ് റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് മിസ് പറഞ്ഞു തന്നു മോണോകോട്ടും ഡൈക്കോട്ടും എവിടേക്കാണ് വരിക എന്നുള്ളത്. അപ്പോൾ നോക്കാം. മോണോകോട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ഓൺലി വൺ കോട്ടിലിഡൻ സച്ച് ആ പ്ലാന്റ്സ് ആർ കോൾഡ് മോണോകോട്ട്. ഒരു കോട്ടിലിഡനുള്ള പ്ലാന്റിനൊക്കെ നമ്മൾ മോണോകോട്ട് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് 1 കാറ്റഗറി ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അത് ഫൈബ്രസ് റൂട്ടായിരിക്കും, അൺബ്രാഞ്ചഡ് സ്റ്റെം, കൊമ്പ് ഉണ്ടാവില്ല, ലീവ്സ് വിത്ത് പാരലൽ വിനേഷൻ, അതിൻ്റെ ലീഫ് പാരലൽ വിനേഷൻ ആയിരിക്കും. ഇനി ഡൈക്കോട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് വിത്ത് 2 കോട്ടിലിഡൺ, 2 കോട്ടിലിഡണുള്ള പ്ലാന്റ്സിനൊക്കെ ഡൈക്കോട്ട് പ്ലാന്റ് എന്ന് പറയും. ഇത് ഗ്രൂപ്പ് 2 ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, ബ്രാഞ്ചഡ് സ്റ്റെമ്മിന് എന്തുണ്ടാവും, ബ്രാഞ്ച് ഉണ്ടാവും, ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വിനേഷൻ ആയിരിക്കും അതിൻ്റെ ലീഫ്. ഓക്കെ, ഇനി അതിവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് പാർട്ട് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2, റൂട്ട് ഫൈബ്രസ് റൂട്ടാണ്, ടാപ്പ് റൂട്ടാണ്, സ്റ്റെമ്മ് അൺബ്രാഞ്ചഡ്, ഇത് മോണോകോട്ടും ഇത് ഡൈക്കോട്ടും ആണ് കേട്ടോ, റൂട്ട് ഫൈബ്രസ് റൂട്ടും ടാപ്പ് റൂട്ടും. ഇനി സ്റ്റെമ്മ് അൺബ്രാഞ്ചഡ് സ്റ്റെമ്മ്, ബ്രാഞ്ച് ഒന്നുമില്ല, ബ്രാഞ്ചഡ് സ്റ്റെമ്മാണ് ഡൈക്കോട്ടിന് വരുന്നത്. ഇനി ലീഫ് പാരലൽ വിനേഷനാണ്, ഗ്രൂപ്പ് 2 റെറ്റിക്കുലേറ്റ് വിനേഷനാണ്, നമ്പർ ഓഫ് കോട്ടിലിഡൺ 1 കോട്ടിലിഡൺ ആണ്, അതുപോലെ ഗ്രൂപ്പ് 2 കോട്ടിലിഡൺ. ഗ്രൂപ്പ് 1 പറഞ്ഞാൽ മോണോകോട്ടാണ്, ഗ്രൂപ്പ് 2 ഡൈക്കോട്ടാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ടു പ്രൊട്ടക്റ്റ് ഫ്രം എക്സ്റ്റിങ്ഷൻ മീൻസ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വംശനാശം നേരിടുന്ന പ്ലാന്റ്സിനെ പറ്റി അവിടെ പറഞ്ഞ് തുമ്പ, അതുപോലെ മുള്ളിലത്തിന് ഇംഗ്ലീഷിൽ ഇന്ത്യൻ പ്രിക്കിലി ആഷ് എന്ന് പറയും. അപ്പോൾ ഈ 2 എണ്ണം നമ്മൾ അടുത്തും അങ്ങനെ കോമൺലി നമ്മൾ കാണുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇവർക്കിപ്പോൾ വംശനാശം സംഭവിക്കുകയാണ്. അതായത് ഇവരിപ്പോൾ കാണാനില്ല, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഇവർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. എക്സാമിന് നമ്മളോട് ചോദിക്കും എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്ന ഏതെങ്കിലും 2 പ്ലാന്റ്സിൻ്റെ നെയിം എഴുതാൻ. അപ്പോൾ തുമ്പ എന്ന് എഴുതുക, മുള്ളിലം ഇന്ത്യൻ പ്രിക്ലി ആഷ്, മുള്ളിലത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡാട്ടോ, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി എക്സ്റ്റിങ്ഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് എൻ ഓർഗാനിസം ആൻഡ് ദെയർ ഡിസപ്പിയറൻസ് ഫ്രം ദി എർത്ത്. നമ്മൾ ഭൂമിയിൽ നിന്ന് ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ, വംശനാശം എന്ന് പറയുക. മേജർ റീസൺ ഫോർ ദിസ് ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഓഫ് ദ ഓർഗാനിസം. ടു സേവ് ഓർഗാനിസം ഫ്രം എക്സ്റ്റിങ്ഷൻ ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഇങ്ങനെ വംശനാശം സംഭവിക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ അത് ഭാവിയിൽ നമുക്ക് ഉണ്ടാവുള്ളൂ.